കാനഡയിൽ നമ്മൾ ഫസ്റ്റ് ഹോം ബയർ എന്ന നിലയിൽ നമ്മൾ ഒരു അപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ റെന്റിന് താമസിച്ചിട്ട് നമ്മൾ ഒരു സ്വന്തം ഹോമിലേക്ക് മാറി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വലിയ ഷിഫ്റ്റാണ്. ഈ ഒരു റെന്റിൽ നിന്ന് മോർഗേജിലേക്കുള്ള ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ചേഞ്ച് ആണ്. അതിന് നമുക്ക് മോർഗേജ് പ്ലസ് പ്രോപ്പർട്ടി ടാക്സ്, യൂട്ടിലിറ്റി, അഡീഷണൽ എക്സ്പെൻസുകൾ വരുന്നത് കൊണ്ട് നമ്മൾ റെന്റ് കൊടുത്തേക്കായാലും ഓഫ് കോഴ്സ് കൂടുതൽ എമൗണ്ട് നമ്മൾ മോർഗേജ് കൊടുക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഫസ്റ്റ് ഹോം ബയർ എന്ന നിലയിൽ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ ഒരു റെന്റിൽ നിന്ന് മോർഗേജിലേക്ക് വരുമ്പം ഈ ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി സ്ട്രാറ്റജി എന്നൊരു കാര്യം നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പം മേടിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ടൈം ഹോം, നമ്മുടെ പ്രൈമറി റെസിഡൻസ്, നമുക്കൊരു റെന്റൽ പൊട്ടൻഷ്യൽ ഉള്ളത്, അത് നമ്മുടെ ബേസ്മെന്റ് ഡ്യൂപ്ലെക്സ് ആക്കി നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സോണിങ് ഉള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഗ്രോത്തിനുള്ള നമുക്ക് ഒരു യൂണിറ്റൂടെ നമുക്ക് ബേസ്മെന്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു യൂണിറ്റ്, ഒരു പ്രൈമറി റെസിഡൻസ് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു അഡീഷണൽ റെന്റൽ ഇൻകം കൂടെ വരികയും ഇത്തരത്തിൽ നമുക്ക് വരുന്ന അഡീഷണൽ എക്സ്പെൻസ് ഒരു പരിധിവരെ ഈ ഒരു റെന്റൽ ഇൻകം വഴി നമുക്ക് മാനേജ് ചെയ്ത് പോകാനും പറ്റും. ഇതൊരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്. ഫസ്റ്റും ഹോം ബയേഴ്സിനെ സംബന്ധിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു പ്രൈമറി റെസിഡൻസിൽ ഒരു റെന്റൽ പൊട്ടൻഷ്യലുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് DM Home. ഹാവ് എ വണ്ടർഫുൾ ഡേ.